ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് കുറച്ച് സന്തോഷമൊക്കെ ഉണ്ട്. കാരണം എനിക്ക് ഫസ്റ്റ് 100 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ 100 സബ്സ്ക്രൈബേഴ്സായി എൻ്റെ കൂട്ടുകാർ ചിലവൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. നമുക്ക് പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. സന്തോഷമുണ്ട്. പിന്നെ അളിയ എനിക്ക് 100 സബ്ബായി. ഇതൊരു ആർട്ടിഫിഷ്യൽ അപ്പോ അത് ഞാൻ പറഞ്ഞു പഠിപ്പിച്ചൊന്നുമില്ല. പിന്നെ സന്തോഷമുണ്ട് ഒരുപാട്. അപ്പോൾ എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു. ചെലവ് എടാ എല്ലാരും ഇങ്ങോട്ട് നോക്കണം. അപ്പം ഫുഡൊക്കെ കഴിച്ച് വന്നിരുന്നൊരു ഉറപ്പൊക്കെ ഉറങ്ങി. വന്നിരുന്നൊരു ഉറപ്പൊക്കെ ഉറങ്ങി. ഇപ്പോൾ രാത്രി അവന്മാർക്ക് വിശക്കുന്നു. അപ്പോൾ പോവാം. ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസം എന്നെ സംബന്ധിച്ച്. കാരണം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 4 ദിവസമേ ആവുന്നുള്ളൂ. അപ്പോൾ 4 ദിവസം കൊണ്ട് എനിക്ക് 100 സബിന് അടുപ്പിച്ചായിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 100 സബ് കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ടെൻഷനുണ്ട്. ഞാൻ ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്നൊക്കെ സംസാരിച്ചിട്ടില്ല. കാരണം കോളേജിലൊക്കെ ഒരു സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പോലും എനിക്ക് പേടിയാണ്. ഞാൻ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നുണ്ട്. എനിക്കൊരു യൂട്യൂബർ ആവണമെന്നുള്ള ആഗ്രഹം പണ്ടുതൊട്ടേ മനസ്സിലുണ്ട്. ഇപ്പോഴാണ് അതിന് വേണ്ടിയുള്ളൊരു സാഹചര്യം ഒത്തു വന്നത്. അപ്പോൾ ഇങ്ങനെയൊന്നല്ലായിരുന്നു. ഞാൻ ഇപ്പോൾ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കുന്ന രീതിക്കെങ്കിലും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അത് നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, കമൻറ്റ് നല്ലതൊക്കെ തരുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇന്ന് കോളേജിലൊക്കെ ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളായിരുന്നു. അതിൻ്റെ ഇടയിലൊക്കെ നിന്നപ്പോഴാണ് ഫ്രണ്ട്സൊക്കെ വിളിച്ച് പറഞ്ഞേ, എടാ അക്കൗണ്ട് 100 സബിന് മേലായിട്ടുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു കോൺഫിഡൻസും 4 ദിവസം കൊണ്ട് 100 സബ് എന്നൊക്കെ പറഞ്ഞില്ലേ. 100 സബ് എന്ന് പറയുമ്പോൾ ഒക്കെ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യം. കാരണം ഞാൻ 0 നിന്ന് തുടങ്ങി 4 ദിവസം കൊണ്ട് 100 എത്തിച്ചങ്ങനെ. എൻ്റെ വീഡിയോയുടെ വിഷ്വൽസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനത് എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റ് രീതിക്കാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഞാൻ ബാക്കിയുള്ളവരെക്കാളും ബെസ്റ്റ് ആണെന്നോ എൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്നും ഞാൻ നോക്കുന്നില്ല. കാരണം എനിക്കിതിനെ പറ്റിയൊക്കെ ഞാൻ ഇപ്പം പഠിച്ചു വരുന്നേ ഉള്ളൂ. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതിന് മാക്സിമം ബെസ്റ്റ് ലെവലിൽ തന്നെയാണ് ഞാൻ വിഷ്വൽസ് എടുക്കുന്നത്. ഒരു തുടക്കക്കാരൻ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ജസ്റ്റ് 7 വീഡിയോസ് കണ്ടിട്ടുള്ളൂ. 3 ഷോർട്സും 3 വ്ളോഗ് പോലത്തെ 7 കണ്ടിട്ടുള്ളൂ. അതിൽ ആ വിഷ്വൽസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം നല്ല രീതിക്ക് തന്നെയാണ് എടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ കൂടെ ഒരു സപ്പോർട്ട് കിട്ടിയാൽ ഞാൻ ഇനിയും ഇമ്പ്രൂവ് ആവും. എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ എൻ്റെ വിഷ്വൽസ് ഏറ്റവും രസകരമായിട്ട് തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞു ഇന്നത്തെ ദിവസം എൻഡ് ചെയ്യുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്തവർക്കും കമൻ്റ് ഇട്ടവർക്കും എൻ്റെ വക നന്ദി. അപ്പം ശരിയെന്ന്.